ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും സ്കൂളിൽ ഈ ചാപ്റ്റർ മൊത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുക. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ടോപ്പിക്ക് കൂടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഇതിൻ്റെ ഒരു പകുതി വരെയുള്ള ഭാഗം മാത്രമേ കാണൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അതും കാണണമെന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ, പ്രാക്ടീസ് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരവാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ, ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻ്റായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചാലും മതി, ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ചാപ്റ്ററിൻ്റെയും ഇതിന് മുന്നുള്ള 2 ചാപ്റ്ററിൻ്റെയും നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി, ഞാൻ എന്ത് ചെയ്യാം, അത് അയച്ചു തരാം. ഓക്കെ, കാരണം പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏത് സോഴ്സിൽ നിന്നായാലും നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുക, നോട്ട് കളക്ട് ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ചോദ്യങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇനേർഷ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻ, ഇനേർഷ്യ അല്ല, ഫോഴ്സ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ല എന്താണ് ഫോഴ്സ്, ബാലൻസ്, അൺബാലൻസ്, അതിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. എന്താണ് ചോദ്യം പറയുന്നത്? ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ദാറ്റ് റിലേറ്റഡ് ടു ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസിൽ എവിടെയൊക്കെയാണ് ബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാകുന്നത്? എ മാംഗോ ഫോളിങ് ഫ്രം ദ ട്രീ, മരത്തിൽ നിന്ന് വീഴുന്ന മാങ്ങ അല്ലേ, മരത്തിൽ നിന്ന് മാങ്ങ താഴോട്ട് വീഴുകയാണ്, മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന എന്തല്ല, ബാലൻസ്ഡ് ഫോഴ്സ് അല്ല, നമുക്ക് പറയാൻ പറ്റും അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന്. റോളിംഗ് ഓഫ് എ ബോൾ എലോങ് ദ ഗ്രൗണ്ട്, അപ്പോൾ ഇവിടെയും മൂവ്മെൻ്റ് ഉണ്ട്, നമുക്കറിയാം അല്ലേ. ഒരിക്കലും ബാലൻസ്ഡ് ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സാണ്. എന്താണ് ബാലൻസും അൺബാലൻസും എന്ന് അറിയാമല്ലോ അല്ലേ, അറിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് ആ ക്ലാസ് കണ്ടാൽ മതി. 3, ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുകയാണ്, സ്ട്രൈറ്റ് പാത്തിൽ പൊക്കോണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡാണ്, അപ്പോൾ സ്പീഡിന് എന്തില്ല, മാറ്റമില്ല. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് പറയാം. ഡി, എ ബോക്സ് കെപ്റ്റ് ഓൺ എ ടേബിൾ, ഒരു ടേബിളിൽ ഇരിക്കുന്ന എന്താണ് ബോക്സ്, എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഓക്കെ, അടുത്ത് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സർക്കുലർ മോഷനിലാവുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അത് കാരണം അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ബാലൻസ്ഡ് ഫോഴ്സിന് അത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. എ സ്റ്റോൺ പ്രൊജക്റ്റിംഗ് അപ്പ്, ഉറപ്പായിട്ടും എന്താണത്, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റിന് നമുക്കറിയാം ആക്സിലറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഉള്ളത് എന്തായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ആക്സിലറേഷൻ ഉള്ള കേസുകളിലൊക്കെ അപ്പോൾ എന്താണ്, അൺബാലൻസ്ഡ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുമ്പോൾ അവിടെ ആക്സിലറേഷൻ 0 ആണ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, ബാലൻസ്ഡ് വന്നത്. ബുക്ക് ടേബിളിരിക്കും മൂവ്മെൻ്റ് ഇല്ല, അപ്പോൾ അവിടെ ആക്സിലറേഷൻ 0 ആണ്, അവിടെ എന്താണ്, ബാലൻസ്ഡ് ഫോഴ്സ് വന്നു. ഓക്കെ, അപ്പോൾ മാംഗോ ഫോൾ ചെയ്യുമ്പോൾ അൺബാലൻസ്ഡ്, റോളിങ് അൺബാലൻസ്ഡ്, സ്ട്രൈറ്റ് പാത്തിലാണെങ്കിൽ ഇത് ബാലൻസ്ഡ്, ടേബിളിലിരിക്കുന്നതാണെങ്കിൽ ബാലൻസ്ഡ്, ബാക്കി രണ്ടും എന്താണ്, അൺബാലൻസ്ഡ്. അടുത്ത ചോദ്യം, you cannot push aside a car by standing inside it. ഓക്കെ, ഒരു കാറിനെ അകത്തിരുന്നോട് നമുക്ക് കാറിനെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? കാരണം എന്താണ്, ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല ഉള്ളത് അല്ലേ, എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിലേ ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാറിനകത്തിരുന്ന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണല്ലേ, കാറിനകത്തിരുന്ന് നമ്മൾ കാറിനെ തള്ളിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളത് എന്ത് ഫോഴ്സാണ്, അവിടെ ഉള്ളത് ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഇൻറ്റേർണൽ ഫോഴ്സിന് ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ബൈ വിച്ച് ലോ ക്യാൻ ദിസ് ബി എക്സ്പ്ലെയിൻഡ് അല്ലേ, എന്താണ്, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. സ്റ്റേറ്റ് ദ ലോ, എന്താ പറയുന്നത്, റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് റെസ്റ്റ് ചെയ്തിരിക്കും, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്തിരിക്കും. എപ്പോൾ വരെ, ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ. അപ്പോൾ എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കാരണം തള്ളാൻ പറ്റാത്തത്. ഫസ്റ്റ് ലോ ആണ്, ചെയ്യാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വാട്ട് ഈസ് ഇനേർഷ്യ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ മാസ് ആൻഡ് ഇനേർഷ്യ? എന്താണ് ഇനേർഷ്യ? ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് അതിൻ്റെ പൊസിഷൻ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ റെസ്റ്റിൽ നിന്ന് മോഷനിലോട്ട് പോകാൻ പറ്റില്ല. മോഷൻ ഇരിക്കുന്ന ഒബ്ജക്റ്റ് മോഷനിൽ നിന്ന് റെസ്റ്റിൽ പോകാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഇനേർഷ്യ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനേർഷ്യയുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് അതിൻ്റെ മാസിൻ്റെ അളവ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനേർഷ്യ ഈസ് ദ ഇൻഎബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ഇറ്റ് സെൽഫ്. എന്താണ്, ഇൻക്രീസസ് വിത്ത് മാസ്, ഇനേർഷ്യ. അടുത്ത, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇനേർഷ്യ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ഏത് ഇനേർഷ്യ?
വെൻ എ മൂവിംഗ് ബസ് ഈസ് സഡൻലി സ്റ്റോപ്ഡ് ദ പാസഞ്ചേഴ്സ് ടെൻസ് ടു ഫോൾ ഫോർവേഡ്. ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നിർത്തുമ്പോൾ ആൾക്കാർ മുന്നോട്ട് വീഴാൻ നോക്കുന്നു. അതെന്താണ്? അത് ഇനേർഷ്യ ഓഫ് മോഷനാണ്, ചലനം കാരണം ഉണ്ടാകുന്നതാണ്. ബി ഫോൾസ് ഫോർവേഡ് വെൻ ഗെറ്റിംഗ് ഔട്ട് ഓഫ് എ റണ്ണിങ് ട്രെയിൻ. ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്താണത്? അത് ഇനേർഷ്യ ഓഫ് മോഷൻ. അല്ലെ, ഓടുന്ന ട്രെയിനിൽ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വീഴാനായിട്ട് പോകും. മാംഗോ ഫോൾസ് ഡൗൺ വെൻ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ ഈസ് ഷേക്കൺ. കുലുക്കുന്ന സമയത്ത്, ഒരു ചില്ല കുലുക്കുമ്പോൾ മാങ്ങ താഴേക്ക് വീഴുന്നത് എന്താണ്? അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. കാരണം മാങ്ങ റെസ്റ്റ് ഇരിക്കുകയായിരുന്നു, നമ്മൾ എക്സ്റ്റേണലി ഫോഴ്സ് കൊടുത്ത് ശിഖരത്തിനെ മൂവ് ചെയ്തു. അപ്പോൾ മാങ്ങ എന്തിരിക്കാൻ ശ്രമിച്ചു? റെസ്റ്റ് തന്നെ ഇരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്കിടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായി, ഞെട്ടുപൊട്ടി മാങ്ങ താഴേക്ക് വീണു. എ റണ്ണർ കനോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് അബ്രപ്റ്റ്ലി അറ്റ് ദ ഫിനിഷിംഗ് ലൈൻ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നല്ലേ, നമ്മൾ ഓട്ട മത്സരം ഇപ്പോൾ അടുത്ത ഒളിമ്പിക്സ് ഒക്കെ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും അല്ലേ. ഫിനിഷിംഗ് ലൈന് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടെ അവർ ഓടിയിട്ടേ നിൽക്കത്തുള്ളൂ. അങ്ങനെ സ്വിച്ച് ഇട്ട പോലെ അല്ലേ, സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ കാരണമാണ്. അടുത്ത, സ്മോൾ അനിമൽസ് റൺ സിക്സാക് പാത്ത് ടു എസ്കേപ്പ് ഫ്രം ദ പ്രഡേറ്റേഴ്സ്. ഓക്കെ, പ്രഡേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ മൃഗങ്ങളെ വേട്ടയാടുന്ന വലിയ മൃഗങ്ങളുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? ഇങ്ങനെ തേനയെ കോണെ സിക്സാക്കായിട്ട് എന്ത് ചെയ്യും? ഓടുന്നത് നല്ലതെന്ന് പറയും. കാരണം ഈ വലിയ മൃഗം, ഫോർ എക്സാമ്പിൾ നമുക്ക് ആന, അപ്പോൾ ഓർത്ത് വെച്ചോ, ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും? അല്ലെ, ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ഓടും. അപ്പോൾ ഓടുമ്പോൾ എങ്ങനെ ഓടണം? ഇതുപോലെ സിക്സാക്കായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് നല്ല മാസം ഉണ്ടല്ലോ. അപ്പോൾ ആനയ്ക്ക് നമ്മളെക്കാളും സ്പീഡിൽ ഓടാൻ പറ്റും. അതറിയാവോ നിങ്ങൾക്ക്? ആന ഓടി തോപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളെക്കാൾ സ്പീഡിൽ ആന ഓടും. അപ്പോൾ നേരെ ഓടി ആനയെ തോപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, ആന നമ്മളെ ചവിട്ടിക്കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സിക്സാക്കായിട്ട് ഓടിക്കഴിഞ്ഞാൽ ആനയ്ക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആന എന്ത് ചെയ്യും? ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇത്. ഇനേർഷ്യ ഓഫ് മോഷൻ നോക്കുകയാണെങ്കിൽ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷേ ഡയറക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് ചാപ്റ്റർ പഠിക്കാത്തതുകൊണ്ട് ഇനേർഷ്യ ഓഫ് മോഷൻ തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് ഇവിടെ ഉത്തരം. ഓക്കെ, എന്തൊക്കെയാണ് ഇനേർഷ്യ ഓഫ് മോഷൻ? ഓക്കെ, ആൻസർ നിങ്ങൾക്ക് പിന്നീട് ഈ PDF പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ആൻസർ അടുത്ത സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ദ മൊമെൻറ്റം ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഒബ്ജെക്റ്റ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൊമെൻറ്റം? മൊമെൻറ്റത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം, P = mv. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്ന് ഏതാണ്? മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. രണ്ടാമത്തെ ആരാണ്? എന്താണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് മൊമെൻറ്റം. ഓൾറെഡി നമ്മൾ എഴുതിയിട്ടാണ് പറഞ്ഞത് തന്നെ. എ കാർ ഓഫ് മാസ് 1000 കിലോഗ്രാം ഈസ് പാർക്ക്ഡ് അറ്റ് ദ റോഡ് സൈഡ്. വാട്ട് വിൽ ബി ഇറ്റ്സ് മൊമെൻറ്റം? അല്ലേ, പാർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 1000 കിലോഗ്രാം ആണ്. പക്ഷേ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 1000 × 0 ആയതുകൊണ്ട് തന്നെ എത്രയായിരിക്കും? 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, എ സ്റ്റോൺ ഓഫ് മാസ് 2 കിലോഗ്രാം ഹിറ്റ് ദ ഫ്ലോർ വിത്ത് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് ദ സ്റ്റോൺ വെൻ ഇറ്റ് ജസ്റ്റ് ഹിറ്റ് ദ ഫ്ലോർ. എന്താണ് ഇപ്പോൾ ഉത്തരം? അപ്പോൾ നമ്മുടെ മാസ് വന്നിട്ടുണ്ട് എത്രയാണ്? 2 കിലോഗ്രാം ആണ്. യൂണിറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓൾറെഡി പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ കുറേ ചെയ്തിട്ടുണ്ട് അല്ലേ. വെലോസിറ്റി എത്രയാണ്? അത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മൊമെൻറ്റം എത്രയായിരിക്കും? 2 × 30 അല്ലേ. അപ്പോൾ എത്രയാണ്? 60 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ബ്രേക്സ് വാസ് അപ്ലൈഡ് ടു എ ലോറി വിത്ത് ലോഡ് ഇറ്റ് കം ടു സ്റ്റോപ്പ് ആഫ്റ്റർ മൂവിങ് 2 മീറ്റർ. If the lorry was empty and the speed was same as before, it would move more than 2 meter. Comment on the statement. എന്താ പറയുന്നത്? ഒരു ലോറി ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? ഒരു ലോറി ഉണ്ട്. ഈ ലോറിയിൽ ഇപ്പോൾ എന്തുണ്ട്? ലോഡുണ്ട്. ഓക്കെ, ലോറി ലോഡുമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ലോഡ് പെട്ടെന്ന് നിൽക്കത്തില്ലല്ലോ. 2 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടാണ് ലോറി എന്ത് ചെയ്തത്? സ്റ്റോപ്പ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതേ ലോറി പോകുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ലോറിയിൽ എന്തില്ല? ലോറിയിൽ ഇപ്പോൾ എന്തില്ല? ലോഡില്ല, കാലിയടിച്ച് പോവുകയാണ്. ഓക്കെ, കാലിയടിച്ച് പോകുന്ന ലോറി ബ്രേക്ക് ചെയ്താൽ അത് ഇപ്പോൾ സഞ്ചരിച്ചു തൊട്ട് മുമ്പേ പോയി 2 മീറ്ററിനേക്കാൾ കൂടുതൽ ദൂരം, ഓക്കെ, 2 മീറ്ററിനേക്കാൾ കൂടുതൽ ദൂരം പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്, ഒബ്ജക്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് കൂടുതൽ ദൂരം പോയപ്പോൾ അവിടെ എന്താ ഉള്ളത്? അവിടുത്തെ മൊമെൻറ്റം കാരണമാണ് പോയത്. അല്ല, ഇനേർഷ്യ ഓഫ് മോഷനും അല്ലെങ്കിൽ അവിടെ ഉള്ള ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം കാരണമാണ് അത് മുന്നോട്ട് പോയത്. പക്ഷേ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലോഡ്, രണ്ടാമത്തെ കേസ് പറഞ്ഞപ്പോൾ ഒബ്ജക്റ്റിൽ ലോഡ് എന്താണ്? ഇല്ലാതാവുകയാണ് അല്ലേ. ലോഡ് ഇല്ലാതാവുമ്പോൾ അതിൻ്റെ മാസ് എന്ത് ചെയ്യാണ്? കുറയുകയാണ്. അപ്പോൾ മാസ് കുറയുമ്പോൾ നമുക്കറിയാം P = mv ആയതുകൊണ്ട് തന്നെ മാസ് കുറയുമ്പോൾ എന്ത് പറ്റും? മൊമെൻറ്റം കുറയും.
അല്ലെങ്കിൽ മാസ് കുറയുമ്പോൾ എന്ത് കുറയും? ഇനേർഷ്യ കുറയും. കാരണം ഇനേർഷ്യ ഈസ് ദ മെഷർ ഓഫ് മാസ് എന്നാണ് അല്ലേ. അപ്പോൾ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇവിടെ കുറയും. ഇനേർഷ്യ കുറയുമ്പോൾ ഇനേർഷ്യ ഓഫ് മോഷനും കുറയും. അപ്പോൾ ഉറപ്പായിട്ട് 2 മീറ്റർ പോലും പോകത്തില്ല. അതിന് മുന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അത് ഫാൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഒബ്ജക്റ്റിൻ്റെ മാസ് കുറയുമ്പോൾ ഇനേർഷ്യ കുറയുകയാണ്. ഇനേർഷ്യ കുറയുമ്പോൾ കുറഞ്ഞ ദൂരമേ എന്ത് ചെയ്യുള്ളൂ? ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം ഒബ്ജക്റ്റ് സഞ്ചരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം ഒന്ന് പറയുന്നത്. അടുത്ത, ദ സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓഫ് മാസ് 2000 കിലോഗ്രാം ട്രാവലിംഗ് അലോങ് എ സ്ട്രൈറ്റ് റോഡ് ഈസ് changed from 15 meter per second to 10 meter per second. Calculate the change in momentum of the vehicle. ഒബ്ജക്റ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 2000 കിലോഗ്രാം ആണ്. ഓക്കെ, ആ ഒബ്ജക്റ്റ് ആദ്യം പൊക്കോണ്ടിരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡും പിന്നീട് ആ വെലോസിറ്റി 15-ൽ നിന്ന് കുറഞ്ഞ് 10 മീറ്റർ പെർ സെക്കൻഡുമായിട്ട് മാറിയെങ്കിൽ അവിടുത്തെ മൊമെൻറ്റത്തിനുണ്ടാകുന്ന ചേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. മൊമെൻറ്റത്തിനുണ്ടാകുന്ന ചേഞ്ച് എന്താണ്? പി ഇസ് ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു എന്താണ്? വി മൈനസ് യു ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ ടൈം ഇവിടെ ആവശ്യമില്ല. എന്തായിരിക്കും നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്? 2000 ഇൻറ്റു വി എത്ര? 10 മൈനസ് ഇനീഷ്യൽ എത്ര? 15. ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 ഇൻറ്റു എത്ര? -5 അല്ലേ. അപ്പോൾ 5 2 10. അപ്പോൾ മൈനസ് ഓക്കെ 10000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? നമ്മുടെ ചേഞ്ച് ഇൻ എന്താണ്? മൊമെൻറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോഴ്സ് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആക്സിലറേഷൻ ഓൺ ആൻ ഒബ്ജക്റ്റ്. ശരി, ഓൺലി എ ഡാഷ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ബാലൻസ്ഡ് ഫോഴ്സിനാണോ അൺബാലൻസ്ഡ് ഫോഴ്സിനാണോ? നമുക്കറിയാം ഉത്തരം അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ ബുക്ക് ലൈങ് ഓൺ എ ടേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഡെഫിനിഷൻ ഫോർ ഫോഴ്സ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ന്യൂട്ടൺസ് ഏത് ലോയിലാണ്? സെക്കൻഡ് ലോയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ന്യൂട്ടൻ്റെ ഡെഫിനിഷൻ കിട്ടുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് ഇനേർഷ്യ ഡിപ്പെൻസ്? ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? അത് അതിൻ്റെ മാസിനാണ്. കാരണം നമുക്കറിയാം ഇനേർഷ്യ ഇസ് ദ മെഷർ ഓഫ് മാസ്. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 കിലോഗ്രാം. അപ്പോൾ 50 കിലോഗ്രാം ഒബ്ജക്റ്റിലേക്ക് ഇവിടുന്ന് 25 കിലോഗ്രാമും ഓപ്പോസിറ്റ് 25 ആക്ട് ചെയ്യാണ്. അപ്പോൾ റിസൾട്ടൻ്റ് എത്രയായിരിക്കും ഇവിടെ? 25 അങ്ങോട്ട് 25 ഇങ്ങോട്ട്. അപ്പോൾ എത്ര? 25 പ്ലസ് -25 എത്രയായിട്ട് വരും? 0 ആയിരിക്കും ഉത്തരം. നെയിം ദിസ് ഫോഴ്സ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആകുമ്പോൾ എന്ത് ഫോഴ്സ് ആണത്? അത് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കും. അല്ല ചോദ്യം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം. വി ക്യാൻ സ്ട്രൈക്ക് ഓഫ് ദ ലോവസ്റ്റ് കോയിൻ ഫ്രം എ പൈൽ ഓഫ് ക്യാരം കോയിൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ കോയിൻ. എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് അല്ലേ. റെസ്റ്റ് ഇരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കോയിൻസിനെ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ക്യാരംസിൽ അടുക്കി വെച്ചിട്ടേ സ്ട്രൈക്കർ കൊണ്ട് താഴത്തിനടിക്കുമ്പോൾ എന്ത് ചെയ്യും? താഴത്ത് മാത്രം പോകും, ബാക്കിയുള്ള അതേപോലെ ഒന്നും നിൽക്കത്തില്ലേ? എന്തുകൊണ്ടാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണമാണ്. ടു ക്ലീൻ എ കാർപ്പറ്റ് വി ബീറ്റ് ഇറ്റ് വിത്ത് സ്റ്റിക്ക്. എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. കാർപ്പറ്റ് ഇങ്ങനെ തൂക്കിയിട്ട് നമ്മൾ കമ്പിട്ട് അടിക്കുമ്പോൾ എന്ത് പറ്റും? കാർപ്പറ്റ് ഇങ്ങോട്ട് പോകും. പക്ഷേ അതിനകത്തുള്ള പൊടിയൊക്കെ എന്ത് ചെയ്യും? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണം അവിടെ തന്നെ നിൽക്കുക. അങ്ങനെ കാർപ്പറ്റും പൊടിയും തമ്മിൽ വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ആൻ അത്ലീറ്റ് റൺ സം ഡിസ്റ്റൻസ് ബിഫോർ ടേക്കിംഗ് എ ലോങ് ജമ്പ്. എന്താണ്? ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം അല്ലേ. കൂടുതൽ ദൂരം ചാടാനായിട്ട് അത്ലീറ്റ് എന്ത് ചെയ്യും? കുറേ ദൂരത്തിൽ നിന്ന് ഓടിക്കൊണ്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചാടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇനേർഷ്യ ഓഫ് മോഷൻ കിട്ടും. നമുക്ക് എക്സ്ട്രാ ദൂരം പോകാൻ പറ്റും. എ ഫാൻ കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ് ഫോർ സം ടൈംസ് ഈവൻ ആഫ്റ്റർ ഇഫ് ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഫാൻ കുറേ ദൂരം കറങ്ങും. എന്തുകൊണ്ടാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ കാരണം. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. എന്താ? ബ്രാഞ്ച് ഓഫ് എ മാംഗോ ട്രീ ഷേക്കൻ. ഓൾറെഡി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറയുന്നില്ലല്ലോ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇനേർഷ്യ ഓഫ് മോഷനും ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെയും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത്, when a moving bus suddenly stopped, the standing passengers tends to fall down. In which direction do the standing passengers tends to fall? എന്തായിരിക്കും? ഓടിക്കൊണ്ടിരുന്ന ബസ്. ഓക്കെ, ഓടിക്കൊണ്ടിരുന്ന ബസ്, ഇതാണ് ബസ്. ഓക്കെ, ബസ്സിനകത്ത് പാസഞ്ചേഴ്സ് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ പെട്ടെന്ന് എന്ത് ചെയ്തു? ബ്രേക്ക് പിടിക്കും. പാസഞ്ചേഴ്സ് എങ്ങോട്ട് പോകും? മുന്നോട്ട് പോകുമോ പുറകിലോട്ട് പോകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ്. അപ്പോൾ ഒബ്ജക്റ്റ് എങ്ങോട്ട് മൂവ് ചെയ്യാൻ നോക്കും? അതേ ഡയറക്ഷനിലോട്ട് തന്നെ മൂവ് ചെയ്യാൻ നോക്കും. ഇതിന് എന്താ വിളിക്കുന്നത് നമ്മൾ? ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ അതാണ് എങ്ങോട്ടാണ് വീഴാൻ പോകുന്നത്? മുന്നോട്ടായിരിക്കും. ഫോർവേഡാണ് ഉത്തരം. വാട്ട് ഈസ് ദ റീസൺ? ഇനേർഷ്യ ഓഫ് മോഷൻ. വിച്ച് ലോ? ഇത് എന്ത് ലോ പറയുന്നത്? ഫസ്റ്റ് ലോ ആണ് പറയുന്നത്. സ്റ്റേറ്റ് ദ ലോ. എന്താണ്? എവറി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അണ്ടിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഭാഗത്തു നിന്ന്
മുന്നേ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പ്രോബ്ലംസ് ഒരുപാട് നമ്മുടെ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത പ്രോബ്ലമൊക്കെ നോക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്ന ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾസ് ഉള്ള ചോദ്യം ഇതാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ. മാക്സിമം എക്സാമ്പിൾ കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും എന്ത് ചെയ്യാം, വേറെ ക്ലാസ്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.